ഞങ്ങളിപ്പോൾ ഹീത്രോ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ചേട്ടൻ്റെ മകൻ ടോണിയാണ് ഞങ്ങളെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ മടക്കയാത്രയ്ക്കായാണ് പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് വിച്ചു വരികയാണ്. അവനെ എടുക്കാനാണ് പോകുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് അവൻ എത്താൻ പറ്റിയിരുന്നില്ല. ജോലിസ്ഥലമായ ചെന്നൈയിൽ നിന്നും നേരിട്ട് വരികയാണിന്ന്. കഴിഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, കുറച്ച് ദിവസമായി ഞങ്ങൾ മാളുവിനോടൊപ്പം കോവൻട്രി എന്ന സ്ഥലത്തായിരുന്നു താമസം എന്ന്. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയെത്തി. ഇപ്പോൾ ചേട്ടനോടൊപ്പം തെക്കൻ ലണ്ടനിലുള്ള ക്രോയ്ഡൻ എന്ന സ്ഥലത്താണ്. ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. വിച്ചു എത്തിയത് പ്രമാണിച്ച് ഞങ്ങൾ 4 പേരുമായി ലണ്ടൻ ഒന്ന് സമഗ്രമായി കാണാൻ തീരുമാനിച്ചു. ആദ്യത്തെ പരിപാടി അതുതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ലണ്ടൻ അങ്ങനെ അരിച്ചുപെറുക്കി എല്ലാം കണ്ടും അനുഭവിച്ചും തീർക്കാനാവുന്ന ഒരു പട്ടണമല്ല. ഇതൊരു മഹാനഗരമാണ്. ഓരോ വളവിലും ഓരോ മൂലയിലും ഓരോ വഴിയോരത്തും എന്തെങ്കിലുമൊക്കെ സവിശേഷമായ കാഴ്ച, അനുഭവം, ചരിത്രം ഒക്കെ തെളിഞ്ഞു വരുന്ന വിസ്തൃതമായ നഗരം. നമ്മളാൽ സാധിക്കും വിധം കാണുക എന്നതിനപ്പുറം ലണ്ടൻ പട്ടണം മുഴുവൻ അനുഭവിക്കുക സാധ്യമല്ല. ഏത് നഗരത്തെയും ആഴത്തിൽ അനുഭവിക്കണമെങ്കിൽ അവിടെ വർഷങ്ങളോളം താമസിക്കണം. അവധൂത മനവുമായി അതിൻ്റെ തെരുവുകളിലൂടെ നിരന്തരം നടക്കണം. ടൂറിസ്റ്റിന് അത്തരം അനുഭവം ലഭ്യമല്ല. അയാൾ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. കുറച്ച് കൗതുക വസ്തുക്കളുമായി മടങ്ങാം എന്ന് മാത്രം. മാളുവാണ് ഞങ്ങളെ ഇന്ന് ലണ്ടൻ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. 1 വർഷത്തോളമായിരിക്കുന്നു അവളിപ്പോൾ UK നിവാസിയായിട്ട്. പക്ഷേ അവൾ ലണ്ടനിലല്ല താമസം എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്കിലും പല ആവശ്യങ്ങൾക്കായും കൂട്ടുകാരുമായി സ്ഥലം കാണാനും ഒക്കെ അവൾ പലപ്പോഴും ലണ്ടനിൽ വരാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ ലണ്ടനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ അവൾക്കുണ്ടായിരുന്നു. മകൾ അവളുടെ നിലയ്ക്ക് ഒരു യാത്രികയായതിനാൽ സ്ഥലങ്ങളിലും ജോഗ്രഫിയിലും താൽപ്പര്യമുള്ള ആളുമാണ്. ഞങ്ങൾ ആദ്യമായി എത്തിയത് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ലണ്ടനിൽ തേംസ് നദിയുടെ കുറുകെയുള്ള പാലങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ടവർ ബ്രിഡ്ജ് ആയിരിക്കും. ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും നമ്മൾ അനേകം തവണ കണ്ടിട്ടുള്ള പാലമാണിത്. ലണ്ടനിലെ ഏറ്റവും ഐക്കണിക്കായ നിർമ്മിതിയാണ് ഇത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ലണ്ടനിൽ എവിടെ തിരിഞ്ഞാലും ഇതുപോലുള്ള പ്രശസ്തവും സുപരിചിതവുമായ നിർമ്മിതികൾ കാണാം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ നാടുമായുള്ളത് നൂറ്റാണ്ടുകളുടെ ബന്ധമാണല്ലോ. ബിലാത്തി പട്ടണം എന്ന സംജ്ഞയിലൂടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലം. 2 ടവറുകളിൽ ഉയർത്തിയിരിക്കുന്ന പാലം എന്ന നിലയ്ക്കാവും ടവർ ബ്രിഡ്ജ് എന്ന പേര് വന്നത് എന്ന് സ്വാഭാവികമായും കരുതാവുന്നതാണ്. എന്നാൽ അതാണ് മൂലകാരണം എന്ന് തോന്നുന്നില്ല. തേംസിൻ്റെ വടക്ക് കരയിൽ ടവർ ഓഫ് ലണ്ടൻ എന്ന ഒരു കോട്ടസൗധമുണ്ട്. അതിൻ്റെ അടുത്തായി നിർമ്മിച്ച പാലം എന്ന നിലയ്ക്കാണ് ഇതിന് ടവർ ബ്രിഡ്ജ് എന്ന പേര് കിട്ടുന്നത്. ഞങ്ങൾ തേംസിൻ്റെ തെക്കൻ കരയിലാണ് എത്തിയത്. നദിയുടെ തീരത്തെ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം നിന്നു. തേംസ് നദിയും അതിൻ്റെ മുകളിലെ ടവർ ബ്രിഡ്ജും ഒക്കെ മനോഹരമായ കാഴ്ചയാവുന്നു. ഏതാനും ദിവസം മുൻപ് ബാറ്റർസി പാർക്കിൽ വച്ച് ഞങ്ങൾ തേംസിൻ്റെ കരയിൽ എത്തിയിരുന്നതാണ്. ലണ്ടനിലും അതിൻ്റെ പരിസരത്തുകൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അനേകം തവണ തേംസിനെ മുറിച്ചു കടക്കുകയും അതിൻ്റെ തീരത്തുകൂടി നടക്കുകയും ഒക്കെ ചെയ്യും. അല്ലാതെ പറ്റില്ല. ലണ്ടൻ്റെ ജീവനാഡിയാണ് തേംസ്. അത്രയും സ്വാഭാവികതയോടെയാണ് ഈ നദി ലണ്ടനുമായി ചേർന്ന് നിൽക്കുന്നത്. നദികളോടുള്ള പ്രത്യേക മമത കൊണ്ടാവും തേംസിൻ്റെ കരയിലെത്തുമ്പോൾ എല്ലാത്തിനുമപ്പുറം ആകർഷണീയമായി അനുഭവപ്പെടുക ആ നദി തന്നെയാണ്. തേംസിൻ്റെ തെക്കൻ കരയിൽ നിന്നും പാലത്തിലേക്ക് കയറി ഞങ്ങൾ മറുകരയിലേക്ക് നടന്നു. പാലത്തിലൂടെ ജനസഞ്ചയം ഒഴുകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന പട്ടണങ്ങളിലൊന്നാണല്ലോ ലണ്ടൻ. 2 കോടിയിലധികം ടൂറിസ്റ്റുകൾ എല്ലാ വർഷവും ലണ്ടൻ കാണാൻ എത്തുന്നു എന്നാണ് ഒരു ഏകദേശ കണക്ക്. പാലത്തിൻ്റെ നടുവിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഇരുവശത്തും നടപ്പാതയുണ്ട്. തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലെയും മറ്റും ശ്വാസം മുട്ടിക്കുന്ന തിരക്കില്ല.
സുഖകരമായി കാഴ്ചകൾ കണ്ട് നടക്കാം. ലണ്ടൻ പട്ടണത്തിൽ പോക്കറ്റടിയും മൊബൈൽ പിടിച്ചു വാങ്ങി ഓടുന്നതുമൊക്കെ സാധാരണമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ മുൻകരുതലെടുക്കുകയും ശ്രദ്ധാലുക്കളാവുകയും ചെയ്തു. അത്തരത്തിൽ ഒരനുഭവവും ഈ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായില്ല. ടവർ ബ്രിഡ്ജ് ഒരു ബാസ്ക്യൂൽ പാലമാണ്. നദിയിലൂടെ വരുന്ന വലിയ ബോട്ടുകൾക്കും കപ്പലുകൾക്കും കടന്നു പോകാനായി പാലത്തിൻ്റെ നടുഭാഗം ഉയർത്താനാവും. 1894 ഈ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന കാലത്താണ് ഇവിടെ ഈ പാലം ഉയരുന്നത്. കൊളോണിയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്താണ് ബ്രിട്ടനിൽ ഇത്തരം ഗംഭീരമായ നിർമ്മിതികൾ ഉയരാൻ കാരണമായത്. ഒരുപക്ഷെ അക്കാലത്തെ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം ഇന്ന് ഈ പാലത്തിനു മുകളിലൂടെ ടൂറിസ്റ്റുകളായി നടക്കുന്നവരിലധികവും. പാലത്തിലൂടെ നടന്ന് മറുകരയിലെത്തുമ്പോൾ കാണുന്നത് ടവർ ഓഫ് ലണ്ടനാണ്. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടസൗധമാണ് ടവർ ഓഫ് ലണ്ടൻ. ടവർ ഓഫ് ലണ്ടൻ ഇവിടെ സ്ഥാപിതമായി ഏതാണ്ട് 9 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതിനു മുന്നിൽ നമ്മളിന്ന് കാണുന്ന പാലം നിർമ്മിക്കപ്പെടുന്നത്. ഞങ്ങൾ കോട്ടസൗധത്തിന് ഉള്ളിൽ കയറിയില്ല. ഇതിനേക്കാൾ വിപുലമായ കോട്ടസൗധങ്ങൾ UK-യുടെ പല ഭാഗങ്ങളിലുണ്ട്. അതിലേതെങ്കിലും 1-2 കാണണം എന്ന് കരുതിയിട്ടുണ്ട്. അതിനാൽ ടവർ ഓഫ് ലണ്ടനെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. ഞാൻ നേരത്തെ 1-2 ഇടത്ത് സൂചിപ്പിച്ചിരുന്നു, ലണ്ടൻ അതിൻ്റെ വാസ്തു സമഗ്രതയിൽ പഴയതും പുതിയതും തൊട്ടുരുമി നിൽക്കുന്ന ഒരു പട്ടണമാണ് എന്ന്. ഈ നടത്തത്തിനിടയിലാണ് ഞാനത് വ്യക്തമായി മനസ്സിലാക്കിയത്. പൗരാണികമായ ഒരു കെട്ടിടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആധുനിക രൂപഭാവങ്ങളുള്ള മറ്റൊരു കെട്ടിടം കാഴ്ചയിൽ വരും. ഇത് ലണ്ടൻ പട്ടണത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷതയാണ്. 1666 ലണ്ടൻ്റെ ഈ ഭാഗത്തെ ആകമാനം ചാമ്പലാക്കിയ ഒരു അഗ്നിബാധയുണ്ടായി. ദി ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്നാണ് ആ തീപിടുത്തം അറിയപ്പെടുന്നത്. തീപിടുത്തം ആരംഭിച്ച കെട്ടിടം നിന്ന ഭാഗത്താണ് ഈ സ്തംഭം നിർമ്മിച്ചിരിക്കുന്നത്. ആ അഗ്നിബാധയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ സ്തംഭം ഉണ്ടാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ ലഭ്യമായ പോർട്ട്ലാൻഡ് സ്റ്റോൺ എന്ന വെള്ള നിറത്തിലുള്ള കല്ലുകൊണ്ടാണ്. കാണുമ്പോൾ മാർബിൾ നിർമ്മിതിയാണ് എന്ന് തോന്നും. അവിടെ നിന്നും നടന്നെത്തിയത് ലീഡൻ ഹാൾ എന്ന ഒരു മാർക്കറ്റിലേക്കാണ്. മേൽക്കൂരയുള്ള നിറം പിടിപ്പിച്ച കാണാൻ ഭംഗിയുള്ള ഒരു കച്ചവട സ്ഥലമാണ്. 14ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചന്തയാണെങ്കിലും ഇപ്പോൾ കാണുന്ന ഈ രൂപം പുനർനിർമ്മിച്ചതാണ്. ലീഡൻ ഹാൾ മാർക്കറ്റിൽ നിന്നും ഒരു സിറ്റി ബസ്സിൽ കയറി ഞങ്ങൾ മറ്റൊരു ചന്തയുടെ പരിസരത്ത് വന്നിറങ്ങി. ബൊറോ മാർക്കറ്റ്. നല്ല ജനത്തിരക്കാണിവിടെ. ലീഡൻ ഹാൾ മാർക്കറ്റിനേക്കാൾ പുരാതനമാണ് ബൊറോ മാർക്കറ്റ്. 10ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു ചന്തയാണ് ഇതെന്ന് കരുതപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ടതും ഔദ്യോഗികവുമായ ചന്ത ആയിരുന്നിരിക്കണം ഇത്. നമ്മൾ പഞ്ചായത്ത് മാർക്കറ്റ് എന്ന് പറയുന്നത് പോലെ. ആ തിരക്കിലൂടെ അല്പനേരം നടന്നു, കാഴ്ചകൾ കണ്ടു. അവിടുത്തെ പ്രശസ്തമായ ടേണിപ്പ് എന്ന കടയിൽ നിന്നും അത്രയും പ്രശസ്തമായ ഒരു മധുരപലഹാരം കഴിച്ചു. സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്ന ഒരു വിഭവമാണ്. തീർച്ചയായും മധുരതരമായ ഒരു വിഭവമാണ്. എൻ്റെ പരാധീനത വളരെ സെൻസിറ്റീവായ ടേസ്റ്റ് ബഡ്സിൻ്റെ ഉടമയല്ല ഞാൻ എന്നതാണ്. വളരെ കൃത്യമായി ആഹാര സാധനങ്ങളുടെ രുചിയെക്കുറിച്ചും രുചിയില്ലായ്മയെക്കുറിച്ചും വിശദീകരിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ അതിന് മുതിരാറുമില്ല. അതിനുശേഷം മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങി വീണ്ടും നടന്നു.
ഇന്നേ ദിവസം ലണ്ടനിലെ തെരുവിലൂടെ ഞങ്ങൾ ഏകദേശം 17 കിലോമീറ്റർ നടന്നു. അതിൽ അത്ഭുതമില്ല. ഒരു ടൂറിസ്റ്റായി കാഴ്ചകൾ കാണാനിറങ്ങുമ്പോൾ അത് ഒഴിവാക്കാനാവുന്ന സംഗതിയല്ല. നന്നായി നടക്കാൻ തയ്യാറായിക്കൊണ്ട് മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ. നടക്കാൻ വിമുഖതയുണ്ടെങ്കിൽ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കില്ല. യാത്രയുടെ ഒരു രീതി മാത്രമാണ് ഇതെന്നേ ഉള്ളൂ. കുറച്ചുകൂടി സുഖകരവും ആയാസരഹിതവുമായ യാത്രാവഴികളുമുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത് നമ്മുടെ അഭിരുചിയുടെ ഭാഗമാണ്. ബറോ മാർക്കറ്റിൽ നിന്നും ഞങ്ങൾ വന്നത് സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ പരിസരത്തേക്കാണ്. പള്ളിയുടെ അർദ്ധഗോളാകൃതിയിലുള്ള ഗോപുരം വളരെ ദൂരെ നിന്ന് തന്നെ കാണാം. പള്ളി അതിവിപുലമായ ഒരു നിർമ്മിതിയാണ്. ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന വാസ്തുശില്പം. വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പലപ്പോഴും പുതുക്കിപ്പണിത പള്ളി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കാണുന്ന പള്ളിക്കെട്ടിടം 1675-നും 1710-നും ഇടയിലായി നിർമ്മിച്ചതാണ്. നേരത്തെ സൂചിപ്പിച്ച ദി ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്ന തീപിടുത്തം പഴയ പള്ളിയുടെ ഭാഗങ്ങളും നശിപ്പിച്ചിരുന്നു. അത് പുതുക്കിപ്പണിയാൻ നിൽക്കാതെ ഇടിച്ചു കളഞ്ഞ് പുതിയൊരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. കത്തീഡ്രലിനകത്ത് വീഡിയോഗ്രഫി അനുവദനീയമല്ല. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഗംഭീര നിർമ്മിതിയാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. ആംഗ്ലിക്കൻ പള്ളിയാണ്. ലണ്ടൻ ബിഷപ്പിൻ്റെയും ലണ്ടൻ രൂപതയുടെയും ആസ്ഥാന സ്ഥലമാണ് ഈ പള്ളി. ഇംഗ്ലീഷ് ബറോക്ക് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് കാണുമ്പോൾ തോന്നുക അതിൻ്റെ റോമൻ സ്വഭാവമാണ്. അതിൽ അത്ഭുതമില്ല. ബറോക്ക് വാസ്തുശൈലി റോമിൽ ഉടലെടുത്തതാണല്ലോ. തീർച്ചയായും അതിൽ ക്ലാസിക് റോമൻ കെട്ടിട നിർമ്മാണത്തിൻ്റെ ശീലങ്ങളുണ്ട്. പിന്നെ നമ്മളിന്ന് റോമിൽ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലുള്ള പള്ളികൾ യൂറോപ്യൻ ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ചതാണ്. കത്തോലിക്ക പള്ളിയായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ആംഗ്ലിക്കൻ സഭയുടെ മറുപടിയാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ എന്നും വ്യാഖ്യാനിക്കാം. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പുറം കാഴ്ചയിൽ ഒരു അസാമാന്യ നിർമ്മിതി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. സെൻറ്റ് പോൾസിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു ബർഗർ കടയിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. ബർഗർ കഴിക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. വെണ്ണയും പച്ചക്കറികളും ഒക്കെ കൊണ്ട് മുഖം മുഴുവൻ അലങ്കോലമാകാതെ എനിക്ക് ഒരു ബർഗർ കഴിച്ചു തീർക്കാനാവില്ല. സെൻറ്റ് പോൾസ് കത്തീഡ്രലിന് അടുത്തു നിന്നും മിലേനിയം ബ്രിഡ്ജ് വഴി ഞങ്ങൾ വീണ്ടും തെംസ് മുറിച്ചു കടന്നു. മിലേനിയം ബ്രിഡ്ജും ഒരു സവിശേഷ നിർമ്മിതിയാണ്. ഇത് ഒരു നടപ്പാലമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 2000-ലാണ് ഈ തൂക്കുപാലം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. എന്നാൽ ഉദ്ഘാടനത്തിൻ്റെ 2ാം ദിവസം ഇത് അടച്ചിട്ടു. ആളുകൾ നടക്കുമ്പോൾ പാലം ക്രമാതീതമായി കുലുങ്ങുന്നു എന്നതായിരുന്നു കാരണം. അറ്റകുറ്റപ്പണികൾ നടത്തി 2 വർഷത്തിന് ശേഷമാണ് പാലം വീണ്ടും തുറന്നത്. പാലാരിവട്ടം പാലം കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല എന്ന് ചുരുക്കം. പാലത്തിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ വ്യതിരിക്തമായ ഒരു കാഴ്ച കിട്ടും. അവിടെ നിന്നും ഞങ്ങൾ മറ്റൊരു പാലത്തിൻ്റെ സമീപത്തെത്തി. വെസ്റ്റ്മിനിസ്റ്റർ പാലം. ഇവിടെ നിന്ന് നോക്കിയാൽ മറുകരയിൽ ബിഗ് ബെന്നും പാർലമെൻറ്റും ഒക്കെ കാണാം. ഇനി അവിടേക്കാണ് പോകേണ്ടത്.
ആ വിശേഷങ്ങൾ അടുത്ത ഭാഗത്താവാം.